ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഞങ്ങളിപ്പോൾ അമ്മയുടെ അടുത്ത് വന്നിട്ടാണുള്ളത്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ, പാനൂരുള്ള വീട്ടിൽ വന്നിട്ടാണുള്ളത്. ഇപ്പം ഞങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വന്നിട്ടാണുള്ളത്. ഇവിടെ ഇപ്പോൾ അമ്മയാണുള്ളത്, അമ്മയും അമ്മമ്മയും ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അമ്മയുടെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അമ്മയ്ക്ക് വീട്ടിലെന്ന് പറഞ്ഞാൽ ചെറിയ പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. വൻ രീതിയിലൊന്നുമല്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ചീര, കാന്താരി മുളക്, കറിവേപ്പില, പിന്നെ ഇതിനെന്താ പ്രഷർ ചീര എന്ന് ചില നാട്ടിൽ പറയും, പിന്നെ മധുരച്ചീര എന്ന് ഇവിടെ പറയാറുണ്ട്, ഉപ്പേരിച്ചപ്പെന്ന് പറയാറുണ്ട്. ഒരു വെണ്ടയ്ക്ക ഉണ്ടായിട്ടുണ്ട്. ഇത് പിന്നെ പനിക്കൂർക്ക, എന്തെങ്കിലും കഫക്കെട്ടുണ്ടെങ്കിൽ പനിക്കൂർക്കയും പനങ്കൽക്കണ്ടവും നല്ലോണം തിളപ്പിച്ച് വാട്ടിക്കഴിച്ചാൽ ആ കഫക്കെട്ട് നല്ല അടിപൊളിയായിട്ട് പോകില്ലേ. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് അമ്മയുടെ ചെറിയ ഇനിയുണ്ട് കേട്ടോ. ഞാൻ എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യുന്നില്ല, പക്ഷേ ഇതൊക്കെയാണ് സംഭവങ്ങൾ. എന്നാലും ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഹെൽത്തി ആയിട്ട് ഇങ്ങനെ നാടൻ വിഭവങ്ങളൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് ചക്ക പുഴുങ്ങിയതാണ്. നമുക്കപ്പോൾ കിച്ചണിലേക്ക് പോകാം. അമ്മ ചക്ക പുഴുങ്ങിയത് റെഡിയാക്കുന്നുണ്ട് ചായയുടെ കൂടെ, അത് കാണാം അല്ലേ. അപ്പോൾ ചക്കയൊക്കെ നേരത്തെ അമ്മ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ഞാൻ പിന്നെയാണ് ഉണ്ടാക്കുന്നത് കണ്ടത്. പിന്നെ ബാക്കി അമ്മ തന്നെ പറയും. ചക്ക മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പിട്ടിട്ട് വേവിക്കുക. എന്നിട്ട് വറവ്, പിന്നെ കുറച്ച് തേങ്ങ ഇടുക. എന്നിട്ട് കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളി, ജീരകം ഇട്ടിട്ട് വറുത്തിട്ടിട്ട് എടുക്കുക. അത്രേ ഉള്ളൂ. വെളുത്തുള്ളി, അപ്പോൾ എണ്ണയൊക്കെ ചൂടാക്കി കണ്ണൂർ ഭാഷയിൽ പറഞ്ഞാൽ വറവേലാക്കാൻ പോവാണ് കേട്ടോ. അമ്മ പറയുന്ന കടുകിലൊക്കെ ഭയങ്കര മായമാണ്. സോ അമ്മ കടുകൊക്കെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് അടച്ചു വെച്ചിട്ടുള്ളത്. നേരത്തെ പുഴുങ്ങി വെച്ചാ? നേരത്തെ പുഴുങ്ങി വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ എന്താ ഒരു വെളുത്ത തേങ്ങ. അങ്ങനെ ചക്ക റെഡിയായി. അപ്പോൾ അമ്മയുടെ സ്നേഹം നിറഞ്ഞ നല്ല ഹെൽത്തി ആയിട്ടുള്ള നാടൻ വിഭവം ചക്ക പുഴുങ്ങിയത് നല്ല ചായയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പോയി കഴിക്കട്ടെ. മറ്റൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ.